നമസ്കാരം. സ്ഥാനാർത്ഥിക്കൊപ്പം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചൊവ്വൂര് പാർത്ഥസാരഥി മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ്. ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു അമ്പലമാണ്, വർഷങ്ങൾക്ക് പഴക്കമുള്ള ഒരു അമ്പലമാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ അമ്പലത്തെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത് കൂടുതലായിട്ടും മഹാവിഷ്ണു ക്ഷേത്രമാണ്. ധാരാളം ഭക്തരൊക്കെ, നിരവധി ആളുകളൊക്കെ ഇവിടെ വരികയും ഇവിടുത്തെ ഈ ഒരു ഉത്സവങ്ങൾ, പ്രത്യേകിച്ച് ജനുവരി മാസമാണ് ഇവിടുത്തെ ഉത്സവം എല്ലാം നടക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഈ മണ്ണിലും തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിന് ഒട്ടും കുറവൊന്നുമില്ല. ഞങ്ങൾ സ്ഥാനാർത്ഥിക്കൊപ്പം ആരംഭിക്കുകയാണ്. ഇന്ന് ആദ്യം ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ നിലവിലെ 3-ാം വാർഡിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയോടൊപ്പമാണ് ഞങ്ങൾ ഇന്ന് തുടക്കം കുറിക്കുന്നത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഈ കുറി അംഗത്തിനിറങ്ങുന്നത് വലിയൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ കുറി ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോരാട്ടം കനക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. 3 മുന്നണികളും പ്രചരണ രംഗത്ത് ഒപ്പത്തിനൊപ്പമാണ്. ചൊവ്വൂരിലെ 3-ാം വാർഡിൽ ഇപ്പോൾ നിൽക്കുന്നതും ഒരു പക്ഷേ ഇതിനെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് അറിവുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഭാരതീയ ജനതാ പാർട്ടി നിർത്തിയിരിക്കുന്നത്. നിലവിലെ ജനങ്ങളുടെ വിഷയങ്ങളുമായി നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വത്തെയാണ് നിർത്തിയിരിക്കുന്നത്. നല്ലൊരു ഗായികയാണ് കേട്ടോ. അപ്പോൾ ഒരു പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് എന്തായാലും പോവാം. ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ടെന്ന് അറിയാലോ. അപ്പോൾ ഒരു പാട്ടൊക്കെ തുടങ്ങിയാലോ. ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല, ദൈവമേ നിൻ കൃപാവരം ഞങ്ങളിൽ ചോരിയേണമേ. പുലരുമ്പോൾ മുതൽ ഞങ്ങൾ കാണും നിൻ എങ്ങും നിൻ കാലവൈഭവം. പുലരുമ്പോൾ പോലും തേജഗോളങ്ങൾ നിൻ വീരൽ തുമ്പിൽ തിരിയുന്നു. എന്നാലും ഉഷാറായിട്ടുണ്ട്. ഈ പ്രാർത്ഥന പോലെ തന്നെയാണല്ലേ. കുറച്ച് ദിവസങ്ങളായിട്ട് തെരഞ്ഞെടുപ്പിന്റെ രംഗത്താണ്. പേരടക്കം ഒന്ന് പറഞ്ഞോളൂ. എൻ്റെ പേര് ഷാലി ജഗൻ. എൻ്റെ വീട്ടും പേര് മധുര വീട്ടിൽ. എനിക്ക് 2 ആൺമക്കളാണുള്ളത്. അവരിപ്പോൾ ജോലിയിലാണ്. ഞാൻ ഒട്ടനവധി മേഖലകളിൽ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ താമസിച്ചിരുന്ന ഒരു ഭാഗത്ത് വിദ്യാർത്ഥികൾക്ക് സ്കൂളിലേക്ക് പോകുവാൻ ഒരു ചാല് കടന്നു പോകേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ മഴക്കാലത്ത് വെള്ളം നിറഞ്ഞതുകൊണ്ട് വിദ്യാർത്ഥികൾ പലപ്പോഴും കരയ്ക്ക് നിന്നിട്ട് മറു സൈഡിലേക്ക് ചൊവ്വൂരുള്ള സെൻറ്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഹൈസ്കൂളിലേക്ക് പോകാൻ പറ്റാതെ നിൽക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ ഞാനതിന് മുൻകൈയെടുത്ത് ഒരു 3 സെൻറ്റ് സ്ഥലം വഴിക്കായിട്ട് വാങ്ങുകയും ഇന്ന് കാണുന്ന ചൊവ്വൂരും പാറക്കോവിലും ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് തന്നെ അവിടെ നിർമ്മിക്കാൻ സാധിച്ചു. അതിനു വേണ്ട എല്ലാ വർക്കുകളും ഞാൻ ചെയ്തു. ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടാണ് വിദ്യാർത്ഥികൾക്കും അവിടെയുള്ള താമസിക്കുന്ന എല്ലാവർക്കും ജോലിക്ക് പോകാനും എളുപ്പം ചൊവ്വൂരുക്കായിരുന്നു. അതുകൊണ്ടാണ് വഴി അവിടെ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കുകയും അതിനായി പ്രയത്നിക്കുകയും ചെയ്തത്. അതിൻ്റെ ഫലമായി നമ്മൾക്ക് അന്ന് ആ സമയത്തുള്ള ഗവൺമെൻറ് പഞ്ചായത്തിൽ നിന്ന് ആ ചാലിന് കുറുകെ ഒരു പാലം ഇടുവാനുള്ള ഒരു തുക അനുവദിക്കുകയും ഇന്ന് കാണുന്ന ആ ഭാഗം ഇത്രയും വികസനപരമായി മാറിയത് അന്നത്തെ ആ വഴി വന്നതോടുകൂടിയാണ്. അന്നത്തേക്ക് ആ പ്രവർത്തന മികവ് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് വന്നപ്പോൾ ഗുണം ചെയ്യുന്ന പ്രതീക്ഷയുണ്ട്. ഗുണം ചെയ്യും. അതുമാത്രമല്ല പല മേഖലകളിലും ഞാൻ പ്രവർത്തിച്ചിട്ട് ഒട്ടനവധി അനുഭവങ്ങളും അതുകൊണ്ട് ജനങ്ങൾക്ക് വളരെ ക്ഷേമമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിച്ചു. ഒന്നാമത് എൻ്റെ കുടുംബശ്രീ, വിശ്വാസ് കുടുംബശ്രീയാണ് ചേർപ്പ് പഞ്ചായത്തിലെ അവാർഡ് ലഭിച്ചിട്ടുള്ള ഒരു കുടുംബശ്രീയാണ്. അത് ഞങ്ങൾ ഒറ്റക്കെട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലം. അതിൻ്റെ മുന്നിൽ നിന്ന സാരഥി ഞാനായിരുന്നു. അപ്പോൾ പലപ്പോഴും ഈ പഞ്ചായത്ത് റോഡുകളിൽ കുണ്ടും കുഴികളും വരുമ്പോൾ ഞാൻ എൻ്റെ കുടുംബശ്രീ അംഗങ്ങളെ കൊണ്ടാണ് വൈകിട്ട് വണ്ടികളെല്ലാം വണ്ടി പോകുന്നത് കഴിയണ ആ സമയം നോക്കി കോൺക്രീറ്റ് ചെയ്യിപ്പിക്കും. അത് ഒട്ടനവധി പേര് ബൈക്ക് ഇട്ടിട്ട് വീഴുന്നത് കണ്ടിട്ട് സങ്കടപ്പെട്ടിട്ട് കൊണ്ടാണ് ഞാൻ എൻ്റെ കുടുംബശ്രീയിൽ അത് ഈ ഒരു വാർഡിലെ മുക്കിലും മൂലയിലും അറിയുന്ന ഒരു വ്യക്തിത്വമാണ്. ജയിച്ചു കഴിയുമ്പോൾ ജയിച്ചാൽ ഉണ്ടാവുന്ന ആദ്യത്തെ ഒരു പരിഗണന എന്തായിരിക്കും? ആദ്യത്തെ പരിഗണന നമ്മളുടെ റോഡുകൾ, അതുപോലെ ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും, അതായത് സ്ട്രീറ്റ് ലൈറ്റ്, വഴി, അതുപോലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള പഠന റൂം, ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യക്ഷമമായ പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് വയ്ക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത്. അതിന് ഫീഡ്ബാക്ക് എങ്ങനെയാണ്?
ജനങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ടാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനായതുകൊണ്ട് എല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. ഷാലി ചേച്ചിയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു അതാണ് നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എല്ലാം ജനങ്ങളുടെ കയ്യിൽ, അവർ ആഗ്രഹിക്കണം ആരാണ് സ്ഥാനത്ത് വരേണ്ടതെന്ന് എല്ലാം അവരുടെ കൈകളിലൂടെ നടക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഭാരതീയ ജനതാ പാർട്ടിയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികൾ ഈ കുറി അംഗത്തിനിറക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നിങ്ങളെ പോലുള്ള അണിയറ പ്രവർത്തകர்களൊക്കെ വളരെ കൃത്യമായി പഠിച്ചിട്ടാണ് രംഗത്തേക്ക് വന്നത്. ഇപ്പോൾ ഷാലി ചേച്ചി അടക്കം ഇതിന് എനിക്ക് തോന്നുന്നു ഈ വാർഡിലെ മുക്കിലും മൂലയിലൊക്കെ അറിയുന്ന ഒരു വ്യക്തിത്വമാണ്. ഒരുവിധം എല്ലാ ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും. അത് ഒരു വോട്ടായിട്ട് മാറാൻ സാധ്യതയില്ലേ? 100% അത് വോട്ടായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം ഷാലി ചേച്ചി പോലുള്ളൊരു വ്യക്തി എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു പള്ളി അടിസ്ഥാനത്തിലായാലും പല സംഘടനകളിലും നല്ല രീതിയിൽ പ്രവർത്തിച്ച് നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചുള്ള ഒരാളാണ്. അതുപോലെ തന്നെ കുടുംബശ്രീ, തൊഴിലുറപ്പ് മേഖല, പിന്നെ പഞ്ചായത്ത് ഇപ്പോൾ ഓൾറെഡി വർക്കിംഗ് കമ്മിറ്റിയിലുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ വീടുകളായിട്ടും ഇവിടെ നാട്ടുകാരായിട്ടും കൂടുതൽ അടുത്ത ബന്ധമുള്ള ഒരാളാണ് ഷാലി ചേച്ചി. അപ്പോൾ ഞങ്ങൾക്കും കൂടി ഒരു പ്രോത്സാഹനം തന്നുകൊണ്ടാണ് നമ്മളും അതേ വർക്കിൽ പോയി നാട്ടിൽ നമ്മൾ വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ നല്ല പോസിറ്റീവായുള്ളൊരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെയുണ്ട് ആവേശം എത്രത്തോളം? ഭയങ്കര ആവേശമാണല്ലോ ജനങ്ങൾക്ക് എല്ലാവർക്കും. ഇപ്പോൾ ഷാലി ചേച്ചി എന്ന് പറയുമ്പോൾ ഭയങ്കര ആവേശമാണ്. കാരണം ഷാലി ചേച്ചി എല്ലാവരും അറിയാമല്ലോ, പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ എല്ലാവരും ഷാലി ചേച്ചി അറിയാവുന്ന പോണോടത്ത് മുഴുവനും എല്ലാവരും നല്ല പ്രോത്സാഹനമാണ്. പിന്നെ മാത്രമല്ല ഒരു മാറ്റം എപ്പോഴും അനിവാര്യമാണല്ലോ. ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി. കാരണം പണ്ടത്തെ പോലെയല്ല, പണ്ട് ചിഹ്നം കാണുമ്പോൾ ഒരു കുത്തുന്ന ജനങ്ങളായിരുന്നു. ഇപ്പോൾ ജനങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നപ്പോൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങളുണ്ട് എല്ലാവരും. അത് ഞങ്ങൾ പോകുന്ന വീടുകളെല്ലാവരും നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് എനർജിയാണ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ചേർപ്പ് പഞ്ചായത്തിൽ നല്ലൊരു മാറ്റം വേണമെന്ന് പൊതുവെ ജനങ്ങൾ ആഗ്രഹിച്ചിട്ട് ആൾ കുറേ ഇടത് വലത് മുന്നണികൾ ഈ നാടിൻ്റെ വികസനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചന്ത എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. വളരെ ശോചനീയമായുള്ളൊരവസ്ഥയാണ് ചന്ത. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹാള് സാധാരണക്കാർക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഈ കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷേ അതിൻ്റെ വികസനങ്ങൾക്ക് പഞ്ചായത്ത് വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് മറ്റ് മെമ്പർമാരൊന്നും അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത് ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള വികസനം മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ സിറ്റിംഗ് ഇതാണ്, അതായത് കോൺഗ്രസിന്റെ കുത്തക ഒരു വാർഡ് തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളെ സംബന്ധിച്ച് ഇത് വലിയ ഒരു പ്രയത്നം തന്നെ വേണ്ടി വരില്ലേ? കുറച്ച് തീർച്ചയായിട്ടും കുറച്ചൊരു പ്രയത്നമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ അനുസരിച്ച് ഇവിടെ BJPക്ക് വോട്ട് ഇത്തിരി കുറവായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ നമുക്ക് സുരേഷ് ഗോപിക്ക് എന്ന് വെച്ച് നോക്കുമ്പോൾ നല്ല വോട്ട് ശതമാനം ഇവിടെ കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു നല്ലൊരു പോസിറ്റീവായിട്ട് ഷാലിജി ജയിക്കുന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. തീർച്ചയായിട്ടും നമുക്കറിയാൻ പറ്റും അണിയറയിലുള്ള പ്രത്യേകിച്ച് ഈ പ്രവർത്തകരടക്കം ഷാലി ചേച്ചി അടക്കം വലിയൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഇതിപ്പോൾ എത്ര ഘട്ടമായി? 2 ഘട്ടമായോ? 2 ഘട്ടമായി. ഇനിയിപ്പോൾ ഇങ്ങനെ 8 വട്ടമൊക്കെ ഇങ്ങനെ പോകണമെന്നുള്ള വലിയ പ്രതീക്ഷയിലേക്കാണെന്ന് പറഞ്ഞത്. എന്ത് തന്നെയാണെങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിങ്ങനെ വർദ്ധിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, സ്ഥാനാർത്ഥികൾക്ക് വിശ്രമിക്കാൻ സമയമില്ല. വീട്ടിൽ പോയിട്ട് എങ്ങനെ കൈവേദന കാലുവേദനയൊക്കെ ഉണ്ടോ? ഇല്ല, അതെല്ലാം ഈ ആവേശത്തിൽ ഒന്നുമല്ല. ഇത്തരം ഒരു ആവേശത്തിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു വീട്ടിലേക്ക് കടക്കുകയാണ്. ഇവിടെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിലാണ്. എന്തായാലും ഭാരതീയ ജനതാ പാർട്ടി ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിൽ നല്ല രീതിയിൽ തന്നെയാണ് മത്സര രംഗത്ത് അവരുടെ പ്രകടനം കാഴ്ചവെക്കുന്നത്. സ്ഥാനാർത്ഥിക്കൊപ്പം മറ്റൊരു പഞ്ചായത്തിലെ മറ്റൊരു സ്ഥാനാർത്ഥിയോടൊപ്പം കണ്ടുമുട്ടാം.